കുറച്ച് ദിവസങ്ങളായി E20 പെട്രോൾ എന്ന മഹാവിപത്തിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ മുഴുവനും സംസാരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ വണ്ടികൾ കൂട്ടത്തോടെ പണിമുടക്കുന്നു, ലക്ഷങ്ങൾ വില വരുന്ന എഞ്ചിനുകൾ വഴിയിൽ കിടന്ന് നശിക്കുന്നു. ഇതിനെല്ലാം കാരണം കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന E20 പെട്രോൾ ആണെന്നാണ് ചില പ്രമുഖ യൂട്യൂബർമാർ വരെ ഭീതിയോടെ വിളിച്ചു പറയുന്നത്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ രാജ്യം മുഴുവൻ ആ ഭീതി പടരുകയാണ്. നിങ്ങളുടെ വാഹനവും നാളെ ഇങ്ങനെ വഴിയിൽ കിടക്കുമോ എന്ന പേടിയിലാണ് പലരും ഉള്ളത്. എന്നാൽ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഈ ആരോപണങ്ങളിൽ വല്ല സത്യമുണ്ടോ എന്നാണ്. അതോ ആഗോളതലത്തിൽ ഇന്ധന വിപണി ഭരിക്കുന്ന ഇന്ത്യയുടെ കുതിപ്പ് തടയാൻ നോക്കുന്ന ഏതെങ്കിലും വൻ മാഫിയയുടെ കളിയാണോ ഇത്? നമുക്ക് ആദ്യം ഈ വിവാദത്തിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് പോകാം. പ്രമുഖ യൂട്യൂബർ മനീഷ് കശ്യപ് തൻ്റെ ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് പൂർണ്ണമായും ഇത് E20 കോമ്പാറ്റിബിൾ ആയ വാഹനമാണ്, ഈ ഇന്ധന പ്രശ്നം കാരണം കംപ്ലൈൻ്റ് ആയി എന്ന് കാണിച്ച് തുടർച്ചയായി 5ഓളം വീഡിയോകൾ ചെയ്യുകയുണ്ടായി. ഇതിനോടകം 1.5 മില്യണിലധികം ആളുകളാണ് ഈ വീഡിയോകൾ കണ്ടത്. രാജ്യം വലിയൊരു സാങ്കേതിക മാറ്റത്തിലേക്ക് പോകുമ്പോൾ ആളുകളിൽ ഭീതി ജനിപ്പിക്കാൻ ഈ വീഡിയോകൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ഒടുവിൽ വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടയ്ക്ക് നേരിട്ട് രംഗത്തിറങ്ങേണ്ടി വന്നു. കമ്പനിയുടെ വിദഗ്ധരായ സർവീസ് ടീം ഈ വാഹനം വിശദമായി പരിശോധിച്ചു. അവരുടെ കണ്ടെത്തൽ എന്തായിരുന്നു എന്നറിയോ? വാഹനം നിർമ്മിച്ചതിലോ ഇതിൻ്റെ എഞ്ചിനിലോ ഇന്ധന സംവിധാനത്തിലോ യാതൊരുവിധ തകരാറും സംഭവിച്ചിട്ടില്ല. പ്രശ്നം E20 പെട്രോൾ ആയിരുന്നില്ല, മറിച്ച് ആ വാഹനത്തിൽ അടിച്ച് നിലവാരമില്ലാത്തതും മലിനവുമായ ഇന്ധനമായിരുന്നു. കമ്പനി പ്രോട്ടോകോൾ അനുസരിച്ച് ആ കാറിലെ ഇന്ധന ടാങ്കും ലൈനുകളും പൂർണ്ണമായും വറ്റിച്ചു വൃത്തിയാക്കി. തുടർന്ന് കൃത്യമായ ഗുണനിലവാരമുള്ള E20 പെട്രോൾ ഓടിച്ചു കാണിച്ചു. വാഹനം ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ലാതെ കൃത്യമായി ഓടുന്നുണ്ട്. അതായത് ഇവിടെ വില്ലനായത് എത്തനോൾ അല്ല, മറിച്ച് ഏതോ പമ്പിൽ നിന്നും അടിച്ച മോശം ഇന്ധനമാണ്. പക്ഷെ കുറ്റം മുഴുവൻ ചാരിയത് രാജ്യത്തെ പുതിയ ഇന്ധന പോളിസിയുടെ തലയിലും. ഈ വീഡിയോകളിൽ കാണിച്ച ഏറ്റവും വലിയ തെളിവ് കാറിൽ നിന്നും എടുത്ത് പെട്രോൾ 2 ലെയറുകളായി തിരിഞ്ഞു കിടക്കുന്നതായിരുന്നു. ഇത് കാണുമ്പോൾ സാധാരണക്കാർ വിചാരിക്കും എത്തനോൾ പെട്രോളിൽ കലരില്ല എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെയാണ് കെമിസ്ട്രി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്തനോളിന്റെ കെമിക്കൽ ഫോർമുല CH3CH2OH എന്നാണ്. ഇതിൽ CH3CH2 എന്ന ഭാഗം നോൺ പോളാർ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പെട്രോളുമായി വളരെ എളുപ്പത്തിൽ മിക്സ് ആകാൻ സാധിക്കും. നിങ്ങൾ എത്ര കുലുക്കിയാലും ഇളക്കിയാലും സാധാരണ അവസ്ഥയിൽ എത്തനോളും പെട്രോളും വേർപിരിയില്ല. അതൊറ്റ ലെയറായി മാത്രമേ കാണപ്പെടൂ. പിന്നെ എങ്ങനെയാണ് മനീഷ് കശ്യപിന്റെ കാറിലെ ഇന്ധനം 2 ലെയറുകളായത്? അതിനാണ് എത്തനോളിൻ്റെ അറ്റത്തുള്ള OH അഥവാ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ്. ഈ ഭാഗത്തിന് വെള്ളത്തോട് വലിയ ആകർഷണമുണ്ട്. ഈ ഇന്ധനത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ വെള്ളം കലർന്നാൽ എത്തനോൾ പെട്രോളുമായുള്ള ബന്ധം വെള്ളവുമായി ശക്തമായ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടി ഉപേക്ഷിക്കുന്നു. കാരണം വാട്ടർ എത്തനോൾ ബോണ്ടിങ് പെട്രോൾ എത്തനോൾ ആകർഷണത്തേക്കാൾ വളരെ ശക്തമാണ്. ഇതിൻ്റെ ശാസ്ത്രലോകത്ത് ഫേസ് സെപ്പറേഷൻ എന്ന് ഇതിനെ വിളിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ വെള്ളം കലർന്ന എത്തനോൾ ഭാരം കൂടി അടിയിലും എത്തനോൾ നഷ്ടപ്പെട്ട പെട്രോൾ മുകളിലുമായി 2 ലെയറുകളായി മാറും. ഇപ്പം മനസ്സിലായോ? ആ കാറിൽ എത്തനോളിൻ്റെ പ്രശ്നം ആയിരുന്നില്ല, മറിച്ച് ആ ടാങ്കിൽ വെള്ളം കലർന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. 1, വെള്ളം കലർന്ന പെട്രോൾ പമ്പിൽ നിന്നും ലഭിച്ചു. 2, പെട്രോൾ അടിച്ച ശേഷം ഏതെങ്കിലും രീതിയിൽ ഒഴുകുമ്പോഴോ മഴയത്തോ ടാങ്കിലേക്ക് വെള്ളം കയറി. 3, വാഹനം കൃത്യമായി ഓടിക്കാതെ ദീർഘകാലം ഇന്ധനം ടാങ്കിൽ കിടന്ന് അന്തരീക്ഷത്തിൽ ഈർപ്പം വലിച്ചെടുത്തു. ഇതിലെന്താ സംഭവിച്ചത് എന്ന് അന്വേഷിക്കേണ്ടത് പമ്പുകളിലും ടാങ്കുകളുമാണ്, അല്ലാതെ എത്തനോൾ പോളിസിയിലല്ല. പലരും വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് പെട്ടെന്ന് കൊണ്ടുവന്ന ഒന്നാണ് ഈ എത്തനോൾ ബ്ലെൻഡിങ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ പരീക്ഷണം ആരംഭിക്കുന്നത് 2003-ലാണ്. അന്ന് 5% എത്തനോൾ കലർത്തിയ ഇന്ധനം പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്നു. പിന്നീട് ഘട്ടം ഘട്ടമായി ഇത് 10% ഉയർത്തി. വർഷങ്ങളായി നമ്മൾ ഈ ഇന്ധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴൊന്നുമില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായത്? വർഷങ്ങളായിട്ടുള്ള കൃത്യമായ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് രാജ്യം E20 അഥവാ 20% എത്തനോൾ ഇന്ധനത്തിലേക്ക് മാറിയത്. പഴയ വാഹനങ്ങളുടെ റബ്ബർ പ്ലാസ്റ്റിക് ദ്രവിക്കാൻ എത്തനോൾ കാരണമായേക്കാം എന്നതൊഴിച്ചാൽ അതും വളരെ പഴയ വാഹനങ്ങളിൽ മാത്രം. കൃത്യമായി ട്യൂൺ ചെയ്ത് പുതിയ എഞ്ചിനുകൾക്ക് എത്തനോൾ കൊണ്ട് യാതൊരുവിധ ഡാമേജും ഉണ്ടാകില്ല. ഇത് പ്യുവർ സയൻസ് ആണ്. പുതിയ വണ്ടികളെല്ലാം തന്നെ E20 മെറ്റീരിയൽ കോമ്പാറ്റിബിൾ ആയിട്ടാണ് കമ്പനികൾ നിർമ്മിക്കുന്നത്. ഈ വ്യാജ പ്രചാരണങ്ങളുടെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന കമ്പനികളുടെ തലപ്പത്തിരിക്കുന്ന സാങ്കേതിക വിദഗ്ധരാണ് കഴിഞ്ഞ ദിവസം ഒന്നിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് മുൻ CMD വാർത്തിക ശുക്ല, അതുപോലെ ടൊയോട്ടയുടെ വിക്രം ഗുലാത്തി, മാരുതി സുസുക്കിയുടെ രാഹുൽ ഭാരതി, ഹീറോ മോട്ടോകോപ്പിന്റെ അശുതോഷ് വർമ്മ, TVS മോട്ടോഴ്സിന്റെ പ്രസാദ് കൃഷ്ണൻ, ഹ്യുണ്ടായിയുടെ പുനീത് ആനന്ദ്, ബജാജ് ഓട്ടോയുടെ മൻപ്രീത് സിംഗ് ബിന്ദ്ര എന്നിവരെല്ലാം
ഒരേ സ്വരത്തിൽ വ്യക്തമാക്കിയത് ഇതാണ്: E20 പെട്രോൾ നിങ്ങളുടെ വാഹനങ്ങൾക്ക് പൂർണ്ണമായും സുരക്ഷിതമാണ്. ഇത്രയും വലിയ ബ്രാൻഡുകളുടെ തലപ്പത്തിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നിയന്ത്രിക്കുന്ന ഈ വിദഗ്ധരെയാണോ, അതോ യൂട്യൂബിൽ വ്യൂസിന് വേണ്ടി തലയും വാലുമില്ലാതെ വാർത്തകൾ ഉണ്ടാക്കുന്ന വ്യാജന്മാരെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. അതുപോലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച മറ്റൊരു വലിയ കള്ളമുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മക്കളാണ് ഈ എത്തനോൾ നിർമ്മാണത്തിന് പിന്നിലെന്നും അവർ കോടികൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് രാജ്യം മുഴുവൻ ഇത് അടിച്ചേൽപ്പിക്കുന്നത് എന്നും. എന്നാൽ വസ്തുതകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എത്തനോൾ പ്രൊഡക്ഷൻ കമ്പനികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ആദ്യത്തെ 25 സ്ഥാനങ്ങളിൽ പോലും ഗഡ്കരിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കമ്പനികളേ ഇല്ല. രാജ്യത്തെ ആകെ എത്തനോൾ ഉൽപ്പാദനത്തിന്റെ 0.5% പോലും അവരുടെ പങ്കാളിത്തത്തിൽ അല്ല ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വ്യാജ പ്രചാരണം പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നത്? ഇതിന് പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര സാമ്പത്തിക അജണ്ട തന്നെയുണ്ട്. ഒരു ഇന്ധന മാഫിയയുടെ നിഴലുകളും ഉണ്ട്. ഇന്ത്യ തങ്ങളുടെ ഇന്ധന ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വിദേശ രാജ്യങ്ങളെയാണ്. അത് നിങ്ങൾക്കറിയാലോ. കോടിക്കണക്കിന് ഡോളറാണ് പെട്രോളിയം ഇറക്കുമതിയായി നമ്മൾ വിദേശത്തേക്ക് കൊടുക്കുന്നത്. ഇത് ഇന്ത്യയുടെ വിദേശ നാണ്യം നഷ്ടപ്പെടുത്തുക മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ആയുധം കൂടിയാണ്. പെട്രോൾ ബോണ്ടുകൾ ഇറക്കി താൽക്കാലികമായി വില കുറച്ച് ജനങ്ങളെ സുഖിപ്പിച്ച് വോട്ട് നേടാനല്ല ഈ സർക്കാർ ശ്രമിക്കുന്നത്. മറിച്ച് പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണാനാണ് നോക്കുന്നത്. എത്തനോൾ ബ്ലെൻഡിങ്ങിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: 1. വിദേശ നാണ്യം ലാഭിക്കാം. ഇന്ധന ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപ രാജ്യത്തിന് ലാഭിക്കാം. 2. കർഷകർക്ക് തുണ. കരിമ്പ്, കേടായ ധാന്യങ്ങൾ എന്നിവയിൽ നിന്നാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണം പോകുന്നത് OPEC രാജ്യങ്ങളിലേക്കല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ കർഷകരുടെ കൈകളിലേക്കാണ്. 3. പരിസ്ഥിതി സംരക്ഷണം. കാർബൺ ഉദ്ഭവനം വലിയ തോതിൽ കുറയ്ക്കാൻ എത്തനോൾ സഹായിക്കുന്നു. ഇന്ത്യ ഈ രീതിയിൽ ഇന്ധന കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയാൽ ആർക്കാ നഷ്ടം? ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റി അയക്കുന്ന വിദേശ ലോബികൾക്കും അതിന് പിന്നിലെ താല്പര്യക്കാർക്കും. ഇന്ത്യ ഈ വലിയ നേട്ടം കൈവരിക്കാതിരിക്കാൻ അവർക്ക് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ ആവശ്യമാണ്. ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പദ്ധതിയിൽ നിന്നും സർക്കാരിനെ പിന്നോട്ട് വലിപ്പിക്കാൻ അവർക്ക് സാധിക്കൂ. അതിനുവേണ്ടി അവർ ചില യൂട്യൂബർമാരെയും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെയൊക്കെ ആയുധമാക്കുന്നു, വിലക്കെടുക്കുന്നു എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കൂ. കൂടാതെ മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.